നന്മ 24ലേക്ക് എല്ലാവർക്കും സ്വാഗതം. തൃക്കാക്കര നഗരസഭയുടെ പരിധിയിലുള്ള പൊതുനിരത്തുകളിൽ അനധികൃതമായി കച്ചവടം നടത്തിയിരുന്നവരെ ഒഴിപ്പിച്ചു തുടങ്ങി. ഇന്നലെ JCB ഉൾപ്പെടെയുള്ള സന്നാഹങ്ങളുമായാണ് തൃക്കാക്കര നഗരസഭ അധികൃതർ ഒഴിപ്പിക്കൽ ആരംഭിച്ചത്. ഇന്നലെ രാത്രി 10:30 ആരംഭിച്ച ഒഴിപ്പിക്കൽ ഇന്ന് വെളുപ്പിന് വരെ തുടർന്നു. തൃക്കാക്കര നഗരസഭ മുനിസിപ്പൽ എഞ്ചിനീയർ, നഗരസഭയുടെ ക്ലീൻ സിറ്റി മാനേജർ, പോലീസ്, അതുപോലെ NULM പ്രവർത്തകർ തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് പൊളിക്കൽ ആരംഭിച്ചത്. പൊളിക്കൽ ആരംഭിച്ചത് സീപോർട്ട് എയർപോർട്ട് റോഡിൽ നിന്നാണ്. തൃക്കാക്കര കോഓപ്പറേറ്റീവ് ഹോസ്പിറ്റലിൻ്റെ മുൻവശത്ത് നമ്മൾക്കറിയാം നിരവധി തട്ടുകടകളുണ്ട്, അതുപോലെ തന്നെ അനധികൃത പാർക്കിംഗ്, ഇതെല്ലാം ഇവിടെ അപകട സാധ്യതകൾ കൂട്ടുന്നുണ്ടായിരുന്നു. അതുപോലെ ഈ റോഡിലൂടെ ദീർഘദൂര വാഹനങ്ങൾ നിരവധി പോകുന്നതാണ്. അതുപോലെ നിരവധി ടാങ്കർ ലോറികളും, നമ്മൾക്കറിയാം അമോണിയ, അതുപോലെ തന്നെ ഗ്യാസ് ഉൾപ്പെടെ കയറ്റി പോകുന്ന നിരവധി ടാങ്കർ ലോറികൾ നമ്മൾ കാണാറുണ്ട്. ഇവിടെ അപകട സാധ്യതകൾ നിരവധിയാണ്. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു റോഡിൽ നിന്നാണ് ഈ പ്രാവശ്യത്തെ ഒഴിപ്പിക്കൽ ആരംഭിച്ചത്. നമ്മൾക്ക് കാണാം, പൊളിക്കുമ്പോൾ ഉണ്ടാകുന്ന അവശിഷ്ടങ്ങളെല്ലാം അപ്പോൾ തന്നെ ഇവിടുന്ന് നീക്കം ചെയ്യുന്നുണ്ട്. ഒരേ സമയം 2 സ്ഥലത്തായിട്ടാണ് പൊളിക്കൽ നടപടികൾ ആരംഭിച്ചത്. ഒന്ന് കോഓപ്പറേറ്റീവ് ഹോസ്പിറ്റലിൻ്റെ മുൻഭാഗത്തു നിന്നും തുടങ്ങി കാക്കനാട് സിഗ്നൽ ജംഗ്ഷന് റൈറ്റ് പോയി കുന്നുംപുറം ജംഗ്ഷൻ, അവിടെ നിന്ന് NGO ക്വാർട്ടേഴ്സ് വരെയാണ് ഒരു ടീം പൊളിക്കൽ നടപടികൾ നടത്തിയത്. മറ്റൊരു ടീം ചിത്രപ്പുഴ ബ്രിഡ്ജ് മുതൽ കാക്കനാട് സിഗ്നൽ ജംഗ്ഷൻ വരെയായിരുന്നു അനധികൃത കയ്യേറ്റങ്ങൾ നീക്കിയത്. ഇതുപോലെ വരും ദിവസങ്ങളിലും തൃക്കാക്കര നഗരസഭയുടെ വിവിധ പ്രദേശങ്ങളിൽ ഇതുപോലെ അനധികൃതമായിട്ടുള്ള കച്ചവട സ്ഥാപനങ്ങളുണ്ട്. അതെല്ലാം പൊളിച്ചു നീക്കുമെന്ന് തൃക്കാക്കര നഗരസഭ അധികൃതർ അറിയിച്ചു. ഈ ഒരു സമയത്ത് പൊളിക്കുന്ന സമയങ്ങളിലൊക്കെ ചില ആക്ഷേപങ്ങൾ ഈ കച്ചവടം നടത്തുന്നവരുടെ ഭാഗത്തു നിന്നുണ്ടായി. കൃത്യമായിട്ടുള്ള അറിയിപ്പുകൾ ലഭിച്ചില്ല എന്നുള്ളതാണ് ഇവരുടെ പരാതി. എന്നാൽ നഗരസഭ കൃത്യമായിട്ടുള്ള വിവരങ്ങൾ എല്ലാം അവർക്ക് നൽകിയിരുന്നതായിട്ടും പറയുന്നുണ്ട്. ഏതായാലും ചില കടകൾക്കൊക്കെ നമുക്ക് മിനിമം അനുവദനീയമായിട്ടുള്ള ഏരിയ ഉണ്ട്. അതിൽ കൂടുതലായിട്ട് നിർമ്മാണ പ്രവൃത്തികൾ അല്ലെങ്കിൽ കൂട്ടിച്ചേർക്കലുകളൊക്കെ വരുമ്പോൾ അത് നീക്കം ചെയ്യണമെന്ന് കൃത്യമായിട്ടുള്ള അറിയിപ്പ് നൽകിയിരുന്നു. പക്ഷെ അതൊന്നും നീക്കാതിരുന്നുകൊണ്ടാണ് ഇപ്പോൾ നഗരസഭ ഇതുമായി ഈ പൊളിക്കുന്നതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോയതെന്നും തൃക്കാക്കര നഗരസഭ അധികൃതർ അറിയിച്ചു. ഏതായാലും വരും ദിവസങ്ങളിലും ഇങ്ങനെയുള്ള എല്ലാ കടകളും തന്നെ നീക്കം ചെയ്യുമെന്നാണ് തൃക്കാക്കര നഗരസഭ അധികൃതർ അറിയിച്ചിട്ടുള്ളത്. ഞാൻ പ്രദീപ്, ന്യൂ ഇന്ത്യ, നന്മ 24.